കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം. 3-അംഗ സമിതിയെ നിയോഗിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുനാവായ, നവാമുകുന്ദ, കോതമംഗലം, മാർ ബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനിച്ചു. അർജുൻ രാജുണ്ട്. അർജുൻ, വിവരങ്ങൾ. അതിര സംസ്ഥാന കായികോത്സവം അലങ്കോലപ്പെട്ടതിൽ ഒരു അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 3-അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. അഡീഷണൽ സെക്രട്ടറി എം ഐ മീനാബിങ്ക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ, SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് തുടങ്ങിയവരെയാണ് സമിതി അംഗങ്ങളായി നിയോഗിച്ചിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കകം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രതിഷേധമുയർത്തിയ തിരുനാവായ, നവാമുകുന്ദ സ്കൂളിനോടും കോതമംഗലം മാർബേസിനോടും വിശദീകരണം തേടാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നത് മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി സമർപ്പിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കായിക മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമിതിയെ നിയോഗിക്കും. ഇതിൽ വേണമെങ്കിൽ ഈ മാനുവൽ പരിഷ്കരിക്കണമെങ്കിൽ അത് നടത്താനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 3-അംഗ സമിതിയാണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിനായി നിയമിച്ചിരിക്കുന്നത്. ഈ 2 സ്കൂളുകളോടും അർജുൻ, ഈ 2 സ്കൂളുകളോടും വിശദീകരണം തേടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും, അങ്ങനെയാണോ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഈ സമാപന സമ്മേളനത്തിൽ പ്രതിഷേധമുയർത്തുകയും അത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് പ്രതിഷേധമുയർത്തിയത് നവാമുകുന്ദയിൽ മാർബേസ് സ്കൂളുകളും, അതായത് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ 2 സ്കൂളുകളും പ്രതിഷേധമുയർത്തിയത്. അത് പിന്നീട് ഈ സമാപന സമ്മേളനം അലങ്കോലമാക്കുന്ന തരത്തിലേക്ക് വരെ എത്തി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് കുട്ടികളെ ഇറക്കി വിട്ടുകൊണ്ട് സംഘർഷമുണ്ടാക്കിയത് അവിടുത്തെ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആ സ്കൂളുകളോട് വിശദീകരണം തേടുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. അക്കാര്യത്തിലും തീരുമാനം ഇന്ന് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം എന്താണെന്ന് ഈ സ്കൂളുകളോട് ചോദിച്ചറിയും. പ്രത്യേകിച്ച് ഇവർ ഇതിൽ തൊട്ടു മുൻപ് സമാപന സമ്മേളനത്തിനിടയ്ക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ഒരു പരാതി ഉണ്ടെന്ന് പറയുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ ഇത് നമുക്ക് പരിശോധിക്കാം, ഈ സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വരും ദിവസങ്ങളിൽ പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതുമാണ്. എന്നിട്ട് കൂടി ഈ സമാപന സമ്മേളനം അലങ്കോലമാക്കണമെന്ന ഗൂഢോദ്ദേശം ഈ സ്കൂളുകൾക്ക് ഉണ്ടായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 സ്കൂളുകളോടും വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രപ്പോസൽ തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ജനറൽ കാറ്റഗറിയും അതോടൊപ്പം തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് നിലവിൽ, കാറ്റഗറി ഇല്ലാതെയാണ് ഈ നിലവിൽ സ്കൂളുകൾക്ക്, മികച്ച സ്കൂളുകൾക്ക് പുരസ്കാരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യം മാറ്റേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് പുതിയൊരു പ്രപ്പോസൽ വയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ മാനുവൽ പരിഷ്കരിച്ചുകൊണ്ട് പുതിയൊരു മാനുവലുമായി പുതിയ കായികമേള നടത്താനും ആലോചനയുണ്ട്. അക്കാര്യത്തിലൊക്കെ തീരുമാനം എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമെന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അക്കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് ഇന്ന് ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, എന്തായാലും ഈ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ളൊരു അന്വേഷണത്തിന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ 2 സ്കൂളുകളോടും, തിരുനാവായ, നവാമുകുന്ദ, ഒപ്പം കോതമംഗലം മാർ ബേസിൽ എന്നീ 2 സ്കൂളുകളോടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടാനാണ് തീരുമാനം. അത്തരത്തിൽ തന്നെയായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.